മമിത ഊറും ബ്ലഡ് സോങ് റിലീസായതിനു ശേഷം എല്ലാവരും റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്, എല്ലാവരും പാടുന്നതാണ്. അതിൽ വീഡിയോ സോങ് ഷൂട്ട് ചെയ്തത് ഇൻഡോറാണ്, ഫുഡ് സിറ്റിയിലാണ്. അപ്പോൾ ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, എനർജറ്റിക്കായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കിൻ്റെ ഒക്കെ നേരിട്ട് കാണുമ്പോൾ റിയാക്ഷൻ അതൊക്കെ ഇങ്ങനെ ഹാൻഡിൽ എനിക്കത് പുതുമയുള്ളൊരു കാര്യമല്ല. നമ്മൾ ഇപ്പം അതെ പ്രേമലൂരുണ്ട്, സൂപ്പർ ശർമ്മയിലുണ്ട്, അത് എന്താ പറയാ, ഇപ്പം എനിക്കത് ഭയങ്കരമായിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി കിട്ടിയിട്ടില്ല. എന്നാലും ഇപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്തു. അത് ഏർലി മോർണിംഗ് നമ്മളൊരു 5:30 ആയപ്പോഴത്തേനും ലൊക്കേഷനിലെത്തി. നമ്മൾ എല്ലാം സെറ്റായിട്ടാണ് റെഡി ആയിട്ട് ലൊക്കേഷനിലെത്തുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഡാൻസ് പരിപാടികളെല്ലാം ഓൾറെഡി പഠിച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുകയും ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും കറക്റ്റ് ഒരു 60 സെക്കൻഡോ സംതിങ് ആണ് ഈ റെഡ് ലൈറ്റ് കിട്ടുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് നേരെ പാട്ടിടുക ചെയ്യുക, 60 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും തിരിച്ച് ഓടിക്കണം. ഇങ്ങനെ ഒരു കുറേ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മാത്രമല്ല ക്രൗഡ് അധികമായിട്ട് വരാതെ, കാരണം ബാക്കി സെറ്റെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെ പബ്ലിക്കിലുള്ള പരിപാടികളെല്ലാം മോസ്റ്റ്ലി ഞങ്ങൾ ചെയ്തത് ഏർലി മോർണിംഗ്സ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ്സ് അങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ക്രൗഡ് അത്ര മൊമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ചിലരൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ആരോടൊപ്പം ഡാൻസ് ചെയ്തപ്പോഴാണ് അങ്ങനെയൊന്നുമില്ല. സാർ അടിപൊളിയായിട്ട് ചെയ്തു. സാറ് പ്രാക്ടീസ് ചെയ്ത് വല്ല സെറ്റപ്പാണ്, ലൈക്ക് ഭയങ്കര പ്രിപ്പയർഡാന്ന് പറഞ്ഞപ്പോഴാണ് ദൈവമേ എനിക്ക് പഠിക്കുള്ളൂ. കാരണം സാറ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് സാറിൽ നിന്നാണ് ഓക്കെ നമുക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യണം, സാറ് ഓൾറെഡി പ്രിപ്പയർഡാണ്. സോ മറ്റേ സാറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏത് ഷോട്ടിലും തൂക്കും. അപ്പം തൂക്കാൻ പറ്റിയില്ലെങ്കിലും 30-30 പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കരിയർ എപ്പോഴും മറ്റുള്ളവർ ക്യാരക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് വിചാരിച്ചായിരിക്കും ഓരോ ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നത്. ചിലത് നോട്ടബിൾ ആവും, ചിലത് നോട്ടബിൾ ആവത്തില്ല. ഇപ്പൊ താങ്കളുടെ കരിയർ നോക്കുമ്പോൾ നോട്ടബിൾ ആവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് താങ്കളുടെ കഥയിലെ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്ക് കഥാപാത്രം എത്തിക്കണം, എന്റെ സിഗ്നേച്ചർ ആയിരിക്കണം എന്നുണ്ടാവുമല്ലോ, എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഇതുപോലെ തന്നെയാണ് സാർ. ഇപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴത്തേനും ആ കഥ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ കഥ ആൾക്കാരിലേക്ക് എത്തുന്ന രീതി എങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതിനകത്ത് പോർട്രേ ചെയ്തിരിക്കുന്നത്, അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, അതെനിക്ക് നല്ല രീതിയിൽ അതിനോട് ജെനുവിൻലി നമുക്കത് എന്താ ഫുൾ ജസ്റ്റിസോടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനത്തെ പോർട്രേ ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുകയും മാത്രമേ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ കുറെ വരുന്നുണ്ട്. നോർമലി ഇപ്പൊ പല ആക്ടേഴ്സിന് വരുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ ഒരു ക്ലിക്ക് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ട് ക്യൂട്ട് ബബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ വന്നു പോകുന്നത്. അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതേപോലത്തെ ക്യാരക്ടേഴ്സ് വരണം. മമതയെ നോക്കുമ്പോൾ ചെയ്തിട്ടുള്ള ആദ്യം സെറ്റ് പാഷാണ് അങ്ങനെയാണെങ്കിൽ പിന്നീട് മാറി വരുന്നുണ്ട്. എത്രത്തോളം അത് ബ്രേക്ക് ചെയ്യാൻ? അത് ബ്രേക്ക് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ പ്രേമലു ആണെന്ന് പറയാം. കാരണം പ്രേമലു ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടർ ആയത് കാരണം അത് ഈ പറഞ്ഞ പോലെ ഹിറ്റായി. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് വന്ന മലയാള പടങ്ങൾ ഏറെ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഈ റീനു ആയിട്ട് കുറേ തരത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു എനിക്ക് വന്നോണ്ടിരുന്നത്. അപ്പോൾ അത് അവിടെ മാത്രമാണ് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് മാറ്റിയത്. ബാക്കി ഇപ്പോൾ സൂപ്പർ ശർമ്മ കഴിഞ്ഞിട്ട് വന്നതൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്, നല്ല സിനിമകളുടെ ഭാഗമാവണം, അല്ലാതെ ഒരു എന്താ പറയുക ടൈപ്പോ ആയി പോവോ അങ്ങനെയുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് അത്രയും വിസിബിലിറ്റി അത്രയും റെക്കഗ്നിഷൻ ആയി കഴിയുമ്പോഴത്തേനും ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് കാണാൻ തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവും നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. അതുവരെ ഐ വാസ് ലൈക്ക്
നല്ല പടത്തിന്റെ ഭാഗമാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ക്യാരക്ടേഴ്സിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആണ്. Thank you. 1 minute. I would like to thank Ifo Entertainment for distributing this film here. They made my constant support here. Thank you so much. Thank you so much. And one more thing I would like to add, that the director of the film has sent a message to Pradeep. Yeah, he wanted to thank you all. Thank you all for the support. Yeah, thank you so much. മാത്രമല്ല ഈ നാളെ റിലീസാവും. അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടിട്ട് പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തോ അയ്യോ ഇവിടെയോ? അതിന് ഇവരാരും തന്നെ പ്രിപ്പയർഡും അല്ല. വരുന്നുണ്ട്, അതിനുള്ള സ്റ്റേജ് ഓൾറെഡി പ്രിപ്പയർഡ് ആണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. സോ കോളേജിൽ എന്തോ അടുത്ത് ഈ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ പോകുന്നുണ്ട്. നമ്മൾ UC കോളേജിലാകുമ്പോൾ അല്ലെ, അവിടെ ഒരു ഡാൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായി. അപ്പൊ അവിടെ നോക്കാം. എന്തോ പൊളിക്കാൻ നോക്കാം. ഓ താങ്ക് യു സോ മച്ച് കേട്ടോ എല്ലാവരും കൂടെ എത്തിച്ചേർന്നത്. താങ്ക് യു.